നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ വോട്ട് ബാങ്കിലൊന്നാണ് മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ജനതാദൾ, പിന്നെ നിതീഷ് കുമാറിൻ്റെ മുസ്ലിങ്ങളുടെ നേതാവാണ് ബീഹാറിൽ, പിന്നെ OBCയുടെയും മുസ്ലിങ്ങളുടെയും നേതാവാണ് നിതീഷ് കുമാർ. അപ്പം അങ്ങനെ ഒരു ആൻറ്റി മുസ്ലിം പോളിസികളിലേക്കോ ഒന്നും തന്നെ പോകാൻ കഴിയില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2014 മുതൽ 2024 വരെ ഏകപക്ഷീയമായി ഏകഛത്രാധിപതിയായി നിന്നിരുന്നൊരു നരേന്ദ്രമോദി ചുരുങ്ങുകയും കട്ട് ഡൗൺ സൈസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സഖ്യകക്ഷികളുമായി ആലോചിച്ച് മാത്രം പോളിസി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇനി എല്ലാ കാര്യങ്ങളും സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ സമവായത്തിന് ഇനി തയ്യാറായേ പറ്റൂ. സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാമല്ലോ 48 പേജാണ് ഉള്ളത് ഈ പറയുന്ന മാനിഫെസ്റ്റോ. BJPയുടെ 68 തവണയാണ് നരേന്ദ്രമോദി ഇന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അതിപ്പോൾ അവരുടെ പാർട്ടിയുടെ നേതാവാണ്, അങ്ങനെ പ്രിന്റ് ചെയ്യുന്നതിനകത്തും തെറ്റില്ല. പക്ഷേ ഇപ്പോൾ മുതൽ അദ്ദേഹത്തിന് NDA ഗഡ്ബന്ധൻ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗഡ്ബന്ധൻ്റെ ഈ പറയുന്ന സമ്മർദ്ദത്തിൽ ഭരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. Meet the editors.